ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേയധികം വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കിടപ്പുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ വാഹനമായിട്ട് ഇടേണ്ട ഡിസ്റ്റൻസ് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ഇടത് സൈഡിലെ ടയർ റോഡിന് വെളിയിലാണ്. അത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് ഏതൊരു എക്സ്പേർട്ട് ഡ്രൈവറിനും അത് പിടികിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ടാറിംഗ് റോഡിൽ വലത് സൈഡിലെ ടയറും ഏരിയയും കിടക്കുന്ന ആ ഒരു സ്മൂത്ത്നെസ്സും റോഡിന്റെ വെളിയിലേക്ക് ഇത് വാഹനം ചെരിഞ്ഞ് കിടക്കുന്ന ആ ഒരു കിടപ്പൊക്കെ അനുസരിച്ച് നമുക്ക് മനസ്സിലാവും. അത് കൂടാതെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് വീല് വെച്ച് നോക്കുക. സ്റ്റിയറിംഗ് വീലിന്റെ ഈ ഒരു ഏരിയയും ആ റോഡിന്റെ എൻഡ് ലെവലും ഇതുകൊണ്ട് ഏകദേശം സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ലെവലിൽ ഇതുകൊണ്ട് ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഇടത് സൈഡിലെ ടയർ റോഡിന് എൻഡ് അല്ലെങ്കിൽ റോഡിന്റെ എൻഡും കഴിഞ്ഞ് കുറച്ചും കൂടെ വെളിയിലാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ വാഹനം ഓടിച്ചു വരുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ നോക്കും, ഇപ്പം എതിരെ ഒരു വണ്ടി വരുന്നുണ്ട്, നമ്മൾ പരമാവധി ലെഫ്റ്റ് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ആ വണ്ടി പൊക്കോളും. ഇതുകൊണ്ട് ഈ മെത്തേഡിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ റോഡ് സൈഡിൽ ചേർന്നൊരു വാഹനം ഈ ഒരു സൈഡിൽ കിടപ്പുണ്ടെങ്കിൽ, അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി തട്ടി. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇവിടെ ഇതുകൊണ്ട് മുന്നിലായിട്ട് ഒരു വെള്ള കാർ കിടപ്പുണ്ട്. ആ വൈറ്റ് കാറിൽ ഇങ്ങനെ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ വണ്ടി തട്ടും. കാരണം അത് ആ വാഹനം ഒരുപാട് ഇങ്ങോട്ട് ചേർന്നാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് ആ വാഹനവുമായിട്ട് ഒരു ഗ്യാപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. ഈ കാണുന്ന ഈ റോഡ് ഭാഗം നമുക്ക് ഈ ഏരിയയിൽ നിന്ന് കുറച്ചും കൂടെ മാറി ഈ ഡാഷ്ബോർഡിന്റെ സെന്റർ ഏരിയയിൽ കാണുന്ന പരുവത്തിലേക്ക് ആക്കുക. അപ്പം ഞാൻ അത് നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ പുറകിൽ നിന്ന് 1-2 വാഹനങ്ങളുണ്ട്. ഞാൻ പരമാവധി ലെഫ്റ്റ് ചേർന്നാണ് നിൽക്കുന്നത്. ആ വണ്ടികളൊന്ന് കയറിപ്പോയതിന് ശേഷം ഞാൻ നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ എതിരെ വരുന്ന വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ പരമാവധി ലെഫ്റ്റ് ചേർന്നാണ് നിൽക്കുന്നത്. ഇപ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനം കണ്ടോ, അതിനും കയറി പോകാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ വാഹനം ഇതുണ്ടോ ഈ ഒരു ലെവലിലേക്ക് ആക്കാണ്. ഇപ്പം ആ റോഡിന്റെ എൻഡ് എനിക്കിതുണ്ട് ഈ ഒരു ഭാഗം കൂട്ടിയാണ് കാണുന്നത്. അതായത് ഇവിടവും ആ റോഡിന്റെ എൻഡും എനിക്കിതുണ്ട് ഈ ലെവലിലാണ് കാണുന്നത്. ഇങ്ങനെയാണ് ഞാൻ പോകുന്നതെങ്കിൽ ഇതുണ്ടോ ഈ സൈഡിൽ കിടക്കുന്ന വാഹനത്തെ ഒരു കാരണവശാലും എൻ്റെ വണ്ടി തട്ടത്തില്ല. എന്നാൽ പരമാവധി ഞാൻ ലെഫ്റ്റ് ചേർന്നായിരിക്കും പോകുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ഇത്രയും കൂടെ ഗ്യാപ്പ് ഇടണം. ഒരാൾ നടന്നു പോകണം. ആൾക്കാർ എപ്പോഴും ചിലപ്പോൾ റോഡിലായിരിക്കും നടന്നു പോകുന്നത്, പുറത്തേക്ക് ഇറങ്ങത്തില്ല. അപ്പം നമുക്ക് ഒരുപാട് ചേരാനും പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത്രയും ലെവലിട്ട് ഗ്യാപ്പ് ഇടുക. അതായത് ഇപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാനിതുണ്ട് വണ്ടി ഇച്ചിരി കൂടെ മാറ്റുന്നു. ഇച്ചിരി കൂടെ മാറ്റിയതിന് ശേഷം റോഡിന്റെ ആ എൻഡ് ഏകദേശം ഇതുണ്ട് ഈ ലെവലിലാണ് എനിക്ക് കാണുന്നത്. ഇത് നല്ല രീതിയിലുള്ള ഒരു ഗ്യാപ്പാണ്. സൈഡിലുള്ള ആൾക്കാരെ തട്ടത്തില്ല. പിന്നെ ഒരു കാരണവശാലും സൈഡിലുള്ള ആളിന്റെ അടുത്ത് എന്ന് വണ്ടി മാറ്റരുത്. ഇത് പ്രധാനപ്പെട്ട പോയിന്റാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഒരാൾ അവിടെ നടന്നു പോയെന്ന് തോന്നിയാൽ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ റൈറ്റ് സൈഡിലേക്ക് മാറി നമ്മൾ ഒരു നിശ്ചിത ഗ്യാപ്പ് ഇട്ട് ശ്രദ്ധിച്ച് തന്നെ വരിക. എന്നിട്ട് നമ്മൾ ആളെ ഫുള്ള് നമ്മുടെ വണ്ടി കവർ ചെയ്തു കുറച്ച് ദൂരം വന്നതിന് ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുക.